മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്നും യൂത്ത് ലീഗ് പ്രതിഷേധമാണ്. പാലക്കാട്ട് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് പ്രവർത്തകർ നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അറസ്റ്റിൽ പ്രതിഷേധിച്ച യൂത്ത് ലീഗ് പ്രവർത്തകർ പാലക്കാട് നഗരത്തിൽ മാർച്ച് നടത്തി. പോലീസ് വ്യാപകമായി സമരത്തിന് നേരെ പ്രകോപനം സൃഷ്ടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രകോപനമില്ലാതെ ജലപീരങ്കി പ്രയോഗിക്കുക, ബലം പ്രയോഗിക്കുക, പരമാവധി പ്രകോപനം ഉണ്ടാക്കി ഈ സമരത്തെ മറ്റൊരു രീതിയിലേക്ക് വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ്, ഈ സമരം അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് നാട് ഭരിക്കുന്ന സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഈ സമരം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. വരും ദിവസങ്ങളിൽ തെരുവുകളിൽ അതിശക്തമായ സമരം ഉണ്ടാവും. ഇക്ബാൽ അർക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള യൂത്ത് ലീഗിന്റെ പ്രതികരണമാണ് കണ്ടത്. ഇന്ന് ആരുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം നടന്നത്? ജലപീരങ്കി പ്രയോഗിക്കുകയും പ്രവർത്തകരെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കുകയുമായിരുന്നല്ലോ. സ്മൃതി, ഇന്ന് രാവിലെ 11:30 മണിയോടുകൂടിയായിരുന്നു യൂത്ത് ലീഗിന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് എസ് പിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു യൂത്ത് ലീഗ് ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. പോലീസിനുള്ളിലെ ക്രിമിനൽ പശ്ചാത്തലം, അതിനോടൊപ്പം തന്നെ മലപ്പുറത്തിനെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശം, ഈ രണ്ട് കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നായിരുന്നു യൂത്ത് ലീഗിന്റെ ആവശ്യം. യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത പ്രതിഷേധ മാർച്ച് എസ് പി ഓഫീസ് എത്തുന്നതിന് മുമ്പ് തന്നെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടയുകയായിരുന്നു. പിന്നീട് പി കെ ഫിറോസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടന്ന് അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചു. ഇതോടുകൂടി പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. കൂടുതൽ നേതാക്കളെ പോലീസ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് പ്രവർത്തകർ വീണ്ടും കൂട്ടത്തോടെ അവിടേക്ക് എത്തുകയായിരുന്നു. ഉടൻ തന്നെ പ്രവർത്തകർക്ക് നേരെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസ് കൊണ്ടുപോയെങ്കിലും പിന്നീട് ഈ അറസ്റ്റിൽ പ്രതിഷേധിച്ചും ചില പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഈ പ്രവർത്തകരെല്ലാം പിന്നീട് പോലീസ് ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത്. ഏതായാലും അറസ്റ്റും അതുപോലെ തന്നെ ഇത്തരത്തിൽ പോലീസ് ബലം പ്രയോഗിച്ചുള്ള പ്രവർത്തകരെ നീക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പിന്നീടും ഉള്ള തർക്കങ്ങളെ തുടർന്ന് യൂത്ത് ലീഗ് പ്രവർത്തകർ പാലക്കാട് നഗരത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് പിന്നീട് സംഘടിപ്പിച്ചു. ഏതായാലും പ്രവർത്തകർ ഇതിനുശേഷം ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുകയായിരുന്നു. 20ഓളം പ്രവർത്തകരെയാണ് നിലവിൽ ഈ മാർച്ചുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. വലിയ രീതിയിലൊരു പോലീസ് സന്നാഹം തന്നെ ഈ പ്രദേശത്ത് സുരക്ഷ ഒരുക്കാൻ വേണ്ടിയുണ്ടായിരുന്നു. ഇവരുടെ നേതൃത്വത്തിലായിരുന്നു, ഈ പോലീസ് ഉദ്യോഗസ്ഥ നേതൃത്വത്തിലായിരുന്നു എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ യൂത്ത് ലീഗ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ഏതായാലും 11:30 മണിയോടുകൂടിയായിരുന്നു ഈ മാർച്ച്. മുഴുവൻ പ്രവർത്തകരെയും പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യവും ഉണ്ടായി. സ്മൃതി.